ഈ വർഷം ഹജ്ജ് ചെയ്യാനായിട്ട് മക്കയിലെത്തിയ ഹാജിമാരുടെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു ആപ്ലിക്കേഷൻ, വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവരുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ എയർപോർട്ടിൽ നിന്ന് തുടങ്ങി മക്കയിൽ എത്തുന്നത് വരെയുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവരുടെ പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് അവരുടെ ലൊക്കേഷൻസ്, അതായത് മക്കയിൽ അവരുടെ താമസസ്ഥലം എവിടെയാണ്, മിനയിലെ താമസസ്ഥലം എവിടെയാണ്, അങ്ങനെ ഓരോ കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള കേരള മുസ്ലിം കൾച്ചറൽ സെൻറ്റർ KMCC ഒരുക്കിയിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനായിട്ടാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നിങ്ങളുടെ കയ്യിലുള്ള ഫോണ് ആൻഡ്രോയിഡ് ഫോണാണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറോ, ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറോ തുറന്നതിന് ശേഷം സെർച്ച് ബട്ടണിൽ KMCC ഹജ്ജ് ഗൈഡ് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നേരെ 2 ആപ്പ് തുറന്നു വരുന്നത് കാണാം. ഇതിൽ പഴയ ആപ്പ് ഇതിൽ KMCC ഹജ്ജ് സെല്ല് എന്നുള്ളത് പഴയതാണ്, അതല്ല KMCC ഹജ്ജ് ഗൈഡ് എന്നുള്ള ആപ്പാണ് തുറക്കേണ്ടത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഉറപ്പ് വരുത്താനായിട്ട് ഇതിൻ്റെ ലോഗോയിൽ KMCC സെൻട്രൽ കമ്മിറ്റി എന്നുള്ള മലയാളത്തിൽ എഴുതിയിട്ടുള്ളത് കാണാം. ആ ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് നേരെ തുറന്ന് വരുമ്പോൾ ഓപ്പൺ ആക്കിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ആദ്യം ഉള്ളതെന്ന് പറഞ്ഞുതരാം. അതിനുശേഷം പിന്നെ ഓരോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ബിൽഡിംഗ് ലൊക്കേഷൻസ് അസീസിയ, മിന, അറഫ ബ്രാഞ്ച് ഓഫീസ്, ഇത്രയും ബിൽഡിംഗ് ലൊക്കേഷൻസും, അതേപോലെ തന്നെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ്, അതേപോലെ അടുത്തത് പാസ്പോർട്ട് നമ്പർ വെച്ചിട്ട് റൂം നമ്പർ ഫൈൻഡ് ചെയ്യുന്നത്, അടുത്തത് ഹെൽപ്പ് ലൈന്, മീഡിയ വിങ്, വീൽ ചെയർ, മീഡിയ വിങ്, മെഡിക്കൽ, വുമൺ വിങ്ങും ലഗേജ് വിങ്ങും, ഇത്രയും ആൾക്കാരെ കോൺടാക്ട്സ്, ഇത്രയും കമ്മിറ്റിയിലുള്ള ആൾക്കാരെ കോൺടാക്ട്സ് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ബസ് സ്റ്റോപ്പ്, ഹോസ്പിറ്റൽ, ഇതിൻ്റെ രണ്ടിനും ലൊക്കേഷൻസ്. ഇനി ഇത് എങ്ങനെ നമുക്ക് ഉപകാരമാവുന്നത്, പെട്ടെന്ന് ഇത് ഈസി ആയിട്ടാണ്, എത്രത്തോളം ഈസി ആയിട്ടാണ് ഇവരിത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്നുള്ള സംഗതിയാണ്. അതായത് ഉദാഹരണത്തിന് എൻ്റെ കുടുംബക്കാർ നാട്ടിൽ നിന്ന് ഹജ്ജിന് വരുന്നുണ്ട്, പക്ഷേ അവരെ പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ കവർ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എന്നിരിക്കെ എനിക്ക് കിട്ടേണ്ടത് അവരെ ഫ്ലൈറ്റ് നമ്പർ എത്രയാണ്, സൗദിയിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു ഫ്ലൈറ്റ് നമ്പർ ഏതാണ്, ഏത് ഡേറ്റിനാണ് അറൈവലും ഡിപ്പാർച്ചറും കൊടുത്തിട്ടുള്ളത്, അതേപോലെ അവരുടെ സ്റ്റാറ്റസ് എന്താണ്, നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തത് മുതൽ തിരിച്ച് ഇവിടെ മക്കയിൽ എത്തുന്നത് വരെയുള്ള സ്റ്റാറ്റസ് എന്താണെന്നുള്ളൂ. പിന്നെ മാത്രമല്ല എനിക്ക് അവരുടെ ബിൽഡിംഗ് നമ്പർ, അവർ താമസിക്കുന്ന ബിൽഡിംഗ് നമ്പർ, ആ ബിൽഡിംഗ് നമ്പർ ലൊക്കേഷൻ, അതിൽ റൂമിൻ്റെ ലൊക്കേഷൻ, മാത്രമല്ല അവർ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോകുന്ന ബസ് നമ്പർ ഏതാണ്, അതേപോലെ ഹറമിൽ ബസ് നമ്പർ ഏത് ഭാഗത്ത് കൊണ്ടുപോയിട്ടാണ് നിർത്തുന്നത്, ആ നിർത്തുന്നതിൻ്റെ ലൊക്കേഷൻ, ഇത്രയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഫൈൻഡ് റൂം ബൈ പാസ്പോർട്ട് എന്നുള്ള ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള സൈറ്റിലേക്കാണ് പോവുക. അതിൽ എൻ്റർ പാസ്പോർട്ട് നമ്പർ എന്നുള്ള ഭാഗത്ത് ഒന്നുകിൽ പാസ്പോർട്ട് നമ്പറോ അല്ലെങ്കിൽ കവർ നമ്പറോ അടിച്ചു കൊടുക്കുക. എൻ്റെ കുടുംബക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഒരു പാസ്പോർട്ടിൻ്റെ കവർ നമ്പർ ഞാൻ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കുന്നുണ്ട്. KLWM 6528. ഈ 6528 എന്നുള്ള ഭാഗത്ത് 6 അക്കം കാണാം, പക്ഷേ 6 അക്കം അടിക്കേണ്ടതില്ല, 4 അക്കം അടിക്കേണ്ടത്. 6 അക്കം അടിച്ചു കഴിഞ്ഞാൽ അത് എറർ കാണിക്കും. 4 അക്കം അടിക്കുക. അതിൻ്റെ താഴത്തുള്ള ഈ ബ്ലാക്ക് ഇതിൽ കാണുന്ന സെക്യൂരിറ്റി കോഡ് അടിക്കുക 144 അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സെർച്ച് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഡീറ്റെയിൽസ് തുറന്നു വരും. ആ സമയത്ത് എന്തൊക്കെ ഇവിടെ തുറന്നു വരുന്നത് കാണാം. പാസ്പോർട്ട് നമ്പർ, കവർ നമ്പർ, അടുത്ത അവരുടെ പേര്, പിന്നെ അവർ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് വന്നിട്ടുള്ള ഫ്ലൈറ്റും ഇറങ്ങിയിട്ടുള്ള ഡേറ്റും, അതേപോലെ ലൊക്കേഷൻസ്, മക്കയിലെ ലൊക്കേഷനാണ് അസീസിയ, അതേപോലെ തിരിച്ച് അവർ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ഡേറ്റുമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് മക്കയിലെ ബിൽഡിങ്ങിൻ്റെ നമ്പർ, അതേപോലെ തന്നെ റൂമിൻ്റെ നമ്പർ, ഈ 2 കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കിട്ടി. ഇനി അടുത്തത് റൂമിൻ്റെ നമ്പറും ബിൽഡിംഗ് നമ്പറും എനിക്ക് കിട്ടി. 179 ബിൽഡിങ്ങിൽ 332 റൂമിലാണ് അവർ താമസിക്കുന്നത്. ഇനി അവരുടെ അസീസിയയിലെ റൂമിൻ്റെ ലൊക്കേഷൻ നോക്കാനായിട്ട് അസീസിയ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് അസീസിയ ബിൽഡിംഗ് നമ്പർ 1 മുതൽ അങ്ങനെ വന്നിട്ട് ഏകദേശം 599 ബിൽഡിങ്ങിൻ്റെ ലൊക്കേഷൻസ് വരെ ഇതിലുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ കുടുംബക്കാരെ സെർച്ച് ചെയ്യാനായിട്ട് 179 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബിൽഡിംഗ് നമ്പർ 179 ഇവിടെ വന്നത് കാണാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ നേരെ ഗൂഗിൾ മാപ്പിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ടേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. നേരെ ഗൂഗിൾ മാപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഗൂഗിൾ മാപ്പിൽ അസീസിയയിലെ ലൊക്കേഷൻ, അവരുടെ റൂമിൻ്റെ ലൊക്കേഷനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇനി എനിക്കറിയേണ്ടത് അവർ റൂമിൽ നിന്ന് ഹറമിലേക്ക് പോകാനുള്ള ബസ്സിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത്. ഇവിടെ ബിൽഡിംഗ് എന്നുള്ളതിൻ്റെ നേരെ താഴത്തായിട്ട് ബസ് 4 എന്ന് എഴുതി കാണാം. അത് അസീസിയ എന്നുള്ള ഭാഗത്താണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ അസീസിയ 1ൻ്റെ താഴത്ത് ബസ് നമ്പർ 1 എന്നുള്ളൂ. പിന്നെ ഓരോന്നിൻ്റെയും, അതായത് ബിൽഡിംഗ് നമ്പർ 120ൻ്റെ അവിടെ ബസ് നമ്പർ 2, അങ്ങനെ വന്നിട്ട് ബസ് നമ്പർ 5A, 5B, 6, അങ്ങനെ ഓരോന്നും വരുന്നുണ്ട്. അതിലിപ്പോൾ എൻ്റെ കുടുംബക്കാരെ ഇത് വരുന്നത് 4 ആണ് അവിടെ കാണിക്കുന്നത്, ബസ് 4 എന്നുള്ളത്. അപ്പോൾ ബസ് 4 എന്നുള്ള ഏത് ഭാഗത്താണ് ഹറമിൻ്റെ ഏത് ലൊക്കേഷനിലാണ് കൊണ്ടുപോയി നിർത്തുന്നത്, അതായത് പിന്നെ അവരുടെ
റൂം മനസ്സിലായി, ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായി. അതേപോലെ തന്നെ ഇനി എനിക്ക് മനസ്സിലാവേണ്ടത് അവിടുത്തെ അവർ ഇവിടെ ഹറമിലേക്ക് വന്ന് നിർത്തുന്ന ബസ്സിൻ്റെ ആ സ്റ്റേഷൻ്റെ ഇത് ലൊക്കേഷൻ ഏതാണെന്നാണ്. അപ്പോൾ ബസ് സ്റ്റേഷൻ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കാണാം അജിയാദ് സ്ട്രീറ്റ് ടു മസ്കൂത്ത എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് 1 മുതൽ 5 വരെയുള്ള ബസ്സിൻ്റെ നമ്പേഴ്സ് ഉണ്ടായില്ല. അതിൽ 1, 2, 3A, 5A, 5B, അതിൽ 4 മിസ്സിംഗ് ആണ്. അതിനർത്ഥം അതിൽ 4-ാം നമ്പർ ആ സ്റ്റേഷനിലല്ല നിർത്തുന്നത്. അതിൻ്റെ പകരം ഇതിൻ്റെ താഴത്തുള്ള ക്ലോക്ക് ടവർ എന്നുള്ള ഭാഗത്ത് നോക്കുന്ന സമയത്ത് 3B, 4, 6, 7, 8, 9 ഇത്രയും ബസ്സുകൾ ഇവിടേക്കാണ് കൊണ്ടുപോയി നിർത്തുന്നത്. അപ്പോൾ ബ്രാക്കറ്റ് കൊടുത്തിട്ടുള്ളത് ബസ്സിൻ്റെ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് അപ്പോൾ ഈ ക്ലോക്ക് ടവർ എന്നുള്ള ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നേരെ ക്ലോക്ക് ടവറിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റേഷനിലേക്കാണ് പോയിട്ടുള്ളത്. അതാണ് ക്ലോക്ക് ടവർ. ക്ലോക്ക് ടവറിന് നേരെ ഇത് ഹറം. ഓക്കെ, അതിൻ്റെ അടുത്തുള്ള ഈ ബസ് സ്റ്റേഷനിലേക്കാണ് അവർ എത്തുന്നത്. അപ്പോൾ എനിക്ക് എന്തൊക്കെ മനസ്സിലായി? അവരുടെ റൂം നമ്പർ മനസ്സിലായി, അവരുടെ ബസ് നമ്പർ മനസ്സിലായി, സ്റ്റേഷൻ മനസ്സിലായി. ഇനി അവർ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ അവർ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇതിൽ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് എന്ന് എടുക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ എമിഗ്രേഷൻ കഴിഞ്ഞത് മുതൽ ഫ്ലൈറ്റിൽ കയറി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി, ശേഷം ജിദ്ദ എയർപോർട്ട് ടു മക്ക ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിട്ട് ഇതിൽ കാണാൻ കഴിയും ഈ ഓപ്ഷനിൽ. ഈ സമയത്ത് ഇവിടെ നമുക്ക് എയർ ഇന്ത്യ ആയിട്ട് അവസാനമായിട്ട് കാണുന്ന ഡിപ്പാർച്ചർ, അതായത് നാട്ടിൽ നിന്ന് ഡിപ്പാർച്ചർ ചെയ്തിട്ടുള്ളൂ, അത് പോന്നിട്ടില്ല. ഇവിടെ ജിദ്ദ എയർപോർട്ടിൽ എത്തിയിട്ടില്ല. പക്ഷേ ജിദ്ദ എയർപോർട്ടിൽ റൂമിലെത്തിയ ഒരു ഇതാണ് നേരെ മുകളിൽ കാണുന്നത്, റീച്ച് അറ്റ് അലോക്കേറ്റഡ് റൂം എന്നുള്ളത്. അപ്പോൾ ഓരോ സമയത്തും ഈ ആപ്പ് തുറക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ എമിഗ്രേഷൻ തുടങ്ങിയത് മുതൽ തിരിച്ചിവിടെ മക്കയിൽ റൂമിലെത്തുന്നത് വരെയുള്ള ഓരോ ഡീറ്റെയിൽസും നമുക്കിവിടെ അപ് ടു ഡേറ്റ് ആയിട്ട് കാണാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ട് ഈ എയർ ഇന്ത്യ അതിന് നേരത്തെ റീച്ച് ആറ്റ് അലോക്കേറ്റഡ് റൂം മക്ക എന്നുള്ളതിന് താഴ്ഭാഗത്തായിട്ട് 564 ബിൽഡിംഗ് 168 പിൽഗ്രിംസ് എന്ന് കാണാം. അതായത് ഈ ഫ്ലൈറ്റിൽ IX 3015 എന്നുള്ള ഫ്ലൈറ്റിൽ 168 ഹാജിമാർ 564-ാമത്തെ ബിൽഡിങ്ങിനും 5 ഹാജിമാർ 461 ബിൽഡിങ്ങിനും ആണെന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി അടുത്തത് ഹെൽപ്പ് ലൈൻ. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഉള്ള സമയത്ത് ഞാൻ നാട്ടിലുള്ളത്, നാട്ടിൽ സമയത്ത് എൻ്റെ കുടുംബക്കാരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ലൈൻ ആയിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കോൺടാക്ട് ചെയ്യാനുള്ള ആൾക്കാരെ ഇവിടെ കമ്മിറ്റീൻ്റെ KMCCൻ്റെ കമ്മിറ്റീൻ്റെ ആൾക്കാരെ നമ്പറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് കുഞ്ഞിമോൻ കാക്കിയ ഇവിടുത്തെ KMCCൻ്റെ സെൻട്രൽ കമ്മിറ്റി പ്രസിഡൻ്റാണ്. അതേപോലെ തന്നെ മുജീബ് പൂക്കോട്ടൂർ, മുസ്തഫ, അങ്ങനെ ഓരോരുത്തർ, സുലൈമാക്ക, ഓരോ ആൾക്കാരും നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ നാട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് ഇതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ആ കോൾ എന്നുള്ളതിൻ്റെ ആ ഫോണിൻ്റെ ബട്ടണിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. ടച്ച് ചെയ്യുന്ന സമയത്ത് 055 എന്ന് കാണാം. ഇത് നാട്ടിൽ നിന്ന് വിളിക്കേണ്ട നമ്പറല്ല, ഇത് ഇവിടെ നിന്ന് സൗദിയിൽ നിന്നുള്ള ഒരാൾക്ക് വിളിക്കേണ്ട നമ്പറാണ്. ഇത് നാട്ടിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിൻ്റെ തുടക്കത്തിലായിട്ട് +966 എന്നും കൂടെ ചേർക്കാൻ ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കോൾ പോകില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വാട്സപ്പിൻ്റെ ആ ചിഹ്നത്തിന്മേൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത മീഡിയ വിങ്ങിൻ്റെ മെഡിക്കൽ വിങ്ങിൻ്റെ മരുന്ന് ഹോസ്പിറ്റൽ ബന്ധമായിട്ടുള്ള ആൾക്കാരുടെ നമ്പറാണ് ഇവിടെ. വീൽ ചെയർ വിങ്ങിൻ്റെ ഇതൊക്കെ KMCCൻ്റെ മെമ്പേഴ്സാട്ടോ, അവരുടെ കമ്മിറ്റി മെമ്പേഴ്സാണ് ഇതൊക്കെ. മീഡിയ വിങ്ങിൻ്റെത്, അതുപോലെ വുമൺസ് വിങ്ങിൻ്റെത്, ലഗേജ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആൾക്കാർ. അടുത്തത് വരുന്നത് ബസ് സ്റ്റോപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബസ് സ്റ്റോപ്പ് അസീസിയയിലെ ബസ് സ്റ്റോപ്പ്, നസീമിലെ ബസ് സ്റ്റോപ്പ്. അത് ഹറമിൻ്റെ തൊട്ടടുത്തുള്ള ബസ്സിൻ്റെ സ്റ്റേഷൻ്റെതാണ് 4 ഫസ്റ്റ് വരുന്ന 4. അജിയാദ് സ്ട്രീറ്റ്, ക്ലോക്ക് ടവർ, കുതായ് ബസ് സ്റ്റേഷൻ, മസ്കൂത്ത, ഇത് 4 ഹറമിൻ്റെ അടുത്തുള്ള ബസ്സിൻ്റെ ലൊക്കേഷൻസ്, ബസ് സ്റ്റേഷൻസിൻ്റെ ലൊക്കേഷൻസ് ആണ്. അതിൻ്റെ താഴത്തുള്ള അസീസിയ എന്ന് കാണുന്നത് മുതലേക്കുള്ളത് ഇവരുടെ റൂമിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻസ് ആണ്. ഇത് രണ്ടുമാണ് ഇതിൻ്റെ മാറ്റം. അടുത്തത് ഹോസ്പിറ്റൽസ്. ഇതിൽ പ്രൈവറ്റും ഗവൺമെൻറ് ഹോസ്പിറ്റലും ആഡ് ചെയ്തിട്ടുള്ളതാണ്. കിങ് ഫൈസൽ ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ കിങ് അബ്ദുള്ള ഹോസ്പിറ്റൽ, കിങ് അബ്ദുൽ അസീസ് ഹോസ്പിറ്റൽ, ഇതൊക്കെ പ്രൈവറ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലും. മറ്റതൊക്കെ സൗദി ജർമ്മൻ ഹോസ്പിറ്റൽ, സൗദി നാഷണൽ ഹോസ്പിറ്റൽ, ഇതൊക്കെ പ്രൈവറ്റ് ഹോസ്പിറ്റലും. അതുപോലെ തന്നെ 14 ബെഡ് ഹോസ്പിറ്റൽ എന്നുള്ള എംബസിൻ്റെ ഗവൺമെൻറ് എംബസി, അതായത് ഇന്ത്യൻ എംബസിൻ്റെ ഹോസ്പിറ്റലുമാണ് വരുന്നത്. അങ്ങനെയുള്ള എല്ലാവിധ ഹോസ്പിറ്റലിൻ്റെയും ലൊക്കേഷൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. അങ്ങനെ A to Z കാര്യങ്ങൾ. അതായത് ഞാൻ നോക്കുന്ന സമയത്ത് ഈ ആപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ നല്ലോണം പാടുപെട്ടണത് ഉണ്ടാക്കാനായിട്ട്. കാരണം ലൊക്കേഷൻസ് ഓരോ അസീസിയയിലുള്ള ലൊക്കേഷൻസ്, മീനയിലുള്ളത്, അറഫയിലുള്ളത്, അതുപോലെ ബ്രാഞ്ച് ഓഫീസസ് ഉണ്ട്. അങ്ങനെ എല്ലാ എംബസിൻ്റെയും അങ്ങനെ A to Z ഒരു ഹാജിനെ സംബന്ധിച്ചോളം അവരുടെ A to Z കാര്യങ്ങൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ്. മാഷാ അല്ലാഹ്. എന്തായാലും ഇത് ഉണ്ടാക്കിയ ആൾക്കാർക്ക്
ഈ ആപ്പ് ഉണ്ടാക്കി ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ച ആൾക്കാർക്ക് റബ്ബ് അതിനുള്ള പ്രതിഫലം കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്. എന്തായാലും വളരെയധികം അത്രയധികം ഉപകാരപ്പെടുത്തിട്ടുള്ള അത്രയും ഒരു സിമ്പിളായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ ഒരാൾക്ക് സാധാരണ ഒരു വലിയ ഒരു ഐഡിയ ഇല്ലാതെ മൊബൈലായിട്ട് വലിയൊരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് പോലും സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.